ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള. എസ് ഐ ഷമീർ. ഇതൊരു അനാനിമസ് കോളാണ്, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അതെ, അനാണിമസ് കോൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു പക്ഷേ 2026 മാർച്ച് മാസത്തോടു കൂടി നമുക്ക് ഈ ട്രൂ കോളറിൻ്റെ ആവശ്യം വന്നേക്കില്ല. കാരണം വിളിക്കുന്ന ആൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നത്. CNAP എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. CNAP, കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് വന്ന് കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിം എടുക്കുമ്പോൾ KYC കൊടുക്കുമല്ലോ. KYCയിലെ നമ്മുടെ പേരേതാണോ അതായിരിക്കും നമ്മൾ മറ്റൊരാളെ വിളിക്കുമ്പോഴത്തേക്കും അവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. പക്ഷേ ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാൻ സാധ്യത. കാരണം നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ ലാസ്റ്റ് സീൻ ഓഫ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളവരുടെയും കാണത്തില്ല, മറ്റുള്ളവരുടെ നമ്മുടെയും കാണത്തില്ല. അങ്ങനെയാണല്ലോ ഇതിൻ്റെ പരിപാടി. എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പേര് വേറൊരാളും കാണത്തില്ല, പക്ഷേ മറ്റുള്ളവരുടെ പേര് നമുക്കും കാണത്തില്ലായിരിക്കും. അങ്ങനെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ട്രൂ കോളർ പോലെയല്ല. ട്രൂ കോളറിൽ ഇതിനകത്ത് കാണിക്കുന്ന പേര് മിക്കതും ഒറിജിനലായിരിക്കത്തില്ല. ചിലരുടെയൊക്കെ ഇരട്ടപ്പേരും മറ്റുമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ വരത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ KYCയിൽ നമ്മൾ ഏത് പേരാണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും കൃത്യമായിട്ട് കാണിക്കുന്നത്. ജിയോ, എയർടെൽ ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. മാർച്ച് 31 അവർ പറഞ്ഞത്. അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ.